മോദി പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആ പുസ്തകം എന്താണെന്നും പുസ്തകത്തിലെ ഉള്ളടക്കം എന്താണെന്നും നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞു. ഇന്നലെ മോദി പറഞ്ഞത് ഹിന്ദി സിനിമയിലെ ദേവാനന്ദ് മുതലുള്ള ചില ആളുകളുടെ പേരും ചില സംഭവങ്ങളാണ് പറഞ്ഞത്. അത് നമ്മുടെ നാട്ടിലൊന്നും ആളുകൾക്ക് കാര്യമായി മനസ്സിലായിട്ടില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയെ നിരന്തരം കടന്നാക്രമിക്കുന്ന, കോൺഗ്രസിനെ നിരന്തരം കടന്നാക്രമിക്കുന്ന മോദി പുസ്തകത്തിന് ശേഷം ബോളിവുഡ് സിനിമയെ ഉപയോഗിച്ച് എന്താണ് പറഞ്ഞത്? അത് വിശദമായിട്ട് പറയേണ്ടതാണ്. 3-4 കഥകളുണ്ട് അതിൻ്റെ അകത്ത്. അതായത് അതിൽ ഒരെണ്ണം നെഹ്റുവിൻ്റെ കാലത്തെയാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അടിയന്തരാവസ്ഥ. അന്നാണ് ഒരുപാട് കുഴപ്പങ്ങൾ. അതിൽ കിഷോർ കുമാറിന്റെ കഥ നമ്മൾ കിഷോർ കുമാറിന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാട്ടുകൾ സംപ്രേഷണം ചെയ്തില്ല, ആകാശവാണി പറഞ്ഞു കിഷോർ കുമാറിന്റെ പാട്ടുകളൊന്നും കേൾപ്പിക്കാൻ പാടില്ല. അതെ, അത് അതിനുശേഷം പുള്ളി ഹാർമോണിയം തോളത്തിട്ട് തെരുവിൽ കൂടി പാടാനൊക്കെ ആലോചിച്ചിരുന്നു. അപ്പോഴേക്കും 6 മാസത്തിനകം അത് മാറ്റിയിരുന്നു. ഇന്നലെ മോദി പറഞ്ഞ കൂട്ടത്തിൽ ഈ ഹൃദയനാഥ് മങ്കേഷ്കർ, ലതാ മങ്കേഷ്കറിൻ്റെ സഹോദരൻ, ARൽ ജോലി ഉണ്ടായിരുന്നു ആകാശവാണിയിൽ. അദ്ദേഹം ഈ സവർക്കർ മറാത്തിയിൽ കവിതകൾ എഴുതുമായിരുന്നല്ലോ ധാരാളം. ആ കവിതകളൊക്കെ ചേർത്തിട്ടൊരു സംഗീത ശില്പം അദ്ദേഹം ARൽ അവതരിപ്പിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ ആകാശവാണിയിൽ നിന്ന് നെഹ്റു പുറത്താക്കി. അത് ഉൾപ്പെടെയുള്ള കഥകൾ പറഞ്ഞിരുന്നു. ആ കൂട്ടത്തിൽ ഈ ഹിന്ദി സിനിമകളിലെ പാട്ടുകൾ എഴുതിയിരുന്ന മജ്റൂ സുൽത്താൻപുരി, ഹിന്ദി കവി, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത കഥ പറഞ്ഞു മോദി. പിന്നെ ബൽരാജ് സാഹ്നി, വലിയ നടൻ, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞു. പിന്നെ ദേവാനന്ദനെ ദൂരദർശനിൽ നിന്ന് മൊത്തം അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് ബാൻ ചെയ്ത കാര്യവും പറഞ്ഞു അദ്ദേഹം. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്നലത്തെ ദിവസമാണല്ലോ പ്രത്യേകിച്ച്, അദ്ദേഹം പറഞ്ഞു ജോർജ് ഫെർണാണ്ടസിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് വിലങ്ങണിയിക്കുക മാത്രമല്ല ചങ്ങലക്കിടുകയും ചെയ്തിരുന്നു എന്നും പറഞ്ഞു ഇന്നലത്തെ ദിവസത്തിൽ. അതുകൊണ്ട് കോൺഗ്രസ്സിന് ഭരണഘടനയെപ്പറ്റി മിണ്ടാനേ അവകാശമില്ല എന്ന് പറഞ്ഞു. ഇതിൽ നമുക്കിനി ഈ വിശദമായിട്ട് കഥകൾ പറഞ്ഞാലല്ലേ ശരിയാവുള്ളൂ. ദേവാനന്ദിനോട് അടിയന്തരാവസ്ഥയെ പരസ്യമായിട്ട് തുണയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ആ കാലത്ത്. പറ്റില്ല എന്ന് ദേവാനന്ദ് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് ദൂരദർശനിൽ നിരോധിച്ചു. അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഈ PIB വഴി പത്രക്കുറിപ്പുകൾ കൊടുക്കുമല്ലോ, അതിലൊന്നും അയാളുടെ പേര് ചേർക്കണ്ട എന്നും പിന്നെ ഇന്ദിരാഗാന്ധിയും സഞ്ജയും നിർദ്ദേശിച്ചിരുന്നു. ഈ കഥ ദേവാനന്ദ് റൊമാൻസിങ് വിത്ത് ലൈഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദേവാനന്ദ് പണ്ട് പലതും സർക്കാരിനൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത്. ദേവാനന്ദിൻ്റെ കാര്യത്തിൽ നെഹ്റു സർക്കാരാണ് ലതാ മങ്കേഷ്കറുടെ സഹോദരൻ ഹൃദയനാഥിനെ ARൽ നിന്ന് പുറത്താക്കിയത്. അപ്പോൾ പൈതൃകമായിട്ട് കിട്ടിയിട്ടുള്ള സ്വഭാവമാണിത്. സവർക്കറുടെ കവിത അതിൻ്റെ അകത്ത് ചൊല്ലിയതിനാണ് പുറത്താക്കിയത്. അപ്പോൾ മോദി പറഞ്ഞു, മുംബൈയിലെ ഒരു പണിമുടക്കിൽ മജ്റൂ സുൽത്താൻപുരി ഒരു കവിത വായിച്ചു. ആ ഹിന്ദിയിൽ പാട്ട് എഴുതുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിന് പിടിച്ച് ജയിലിലാക്കി. സാഹ്നിയും പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനാണ് അറസ്റ്റ് ചെയ്തത്. ഹൃദയനാഥ് ഇങ്ങനെ സവർക്കറുടെ എഴുതിയതിനാണ്. പക്ഷേ ആയുഷ്കാലം ബാൻ ചെയ്തിരുന്നു എന്നാണ് മോദി പറഞ്ഞത്. ഞാനത് നോക്കിയപ്പോൾ ആയുഷ്കാല ബാനല്ല, ഹൃദയനാഥ് മങ്കേഷ്കറെ പുറത്താക്കുകയാണ് ചെയ്തത്. 8 ദിവസം കഴിഞ്ഞപ്പോൾ സവർക്കർ എഴുതിയ കവിത വായിച്ചിട്ട് 8ാമത്തെ ദിവസം മാർച്ചിങ് ഓർഡർ, താൻ പുറത്തു പോകും. ഫലത്തിൽ മാർച്ചിങ് ഓർഡർ വിലക്ക് തന്നെയാണ്. ആയുഷ്കാല വിലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതാണ്. അത് തന്നെയാണ്. അത് കഴിഞ്ഞും പിന്നെ ഇത് ഇന്നലെ അവസരമില്ലല്ലോ പുള്ളിക്ക്. ഹൃദയനാഥ് മങ്കേഷ്കർ ഇത് വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ കണ്ടു. അദ്ദേഹം പറയുന്നത് ഒരു പെൺകുട്ടിയോട്, പക്ഷെ അത് മറാത്തിയിലാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ അനുഭവ കഥ പറയുന്നുണ്ടായിരുന്നു. ഇത് 1975 എന്ന് പറയുന്നത് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ഹിന്ദി സിനിമയ്ക്ക് ഒരുപാട് നന്മ അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, അടിയന്തരാവസ്ഥ വരുന്നതിന് മുമ്പ്. പിന്നെ ഒരുപാട് ദോഷവും ഉണ്ടായി. ഷോലെ, ദീവാർ
ജയ് സന്തോഷിമ തുടങ്ങി വലിയ ഹിറ്റുകൾ, അത് ബിഗ് ബജറ്റ് പടങ്ങൾ, അതുപോലെ ചെറിയ ബജറ്റിലെടുത്തിട്ടുള്ള ചുക്കെ ചുക്കെ, ചോട്ടി സി ബാത്ത്, ഇതൊക്കെ പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാവുന്ന സിനിമകളാണ്. ഇതൊക്കെ നന്നായിട്ട് വിജയിച്ചു, ജനപ്രിയ സിനിമകളാണ്. ഹിന്ദിയിൽ നന്നായിട്ട് വിജയിച്ചൊരു വർഷമാണ് അതൊക്കെ. അത് കഴിഞ്ഞ് 1975 ഫെബ്രുവരിയിൽ ഗുൽസാർ ഇന്ദിരാഗാന്ധിയെ പറ്റി ഒരു പൊതുവേ സമൂഹത്തിലൊരു പുച്ഛം വളരുന്നുണ്ട് ആ കാലത്ത്. ആ സമയത്ത് ഗുൽസാർ ആന്ധി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ എടുക്കുന്നുണ്ട്. ആന്ധി എന്ന് പറഞ്ഞാൽ ഈ മണൽക്കാറ്റ്, ഇങ്ങനെ മണൽക്കാറ്റ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇടക്കിടയ്ക്ക് പൊടി പറത്തി വരും. അപ്പം അതാണ് അത് ഇന്ദിരാഗാന്ധിയെ പറ്റിയിട്ടുള്ള ഒരു സ്ത്രീ രാഷ്ട്രീയ നേതാവാകാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ ഇന്ദിരയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വന്നു. ഇന്ദിരയോട് സാമ്യമുള്ളൊരു കഥാപാത്രവും ആണത്. അപ്പോൾ അത് തിയേറ്ററിൽ നിന്ന് ഇന്ദിരാഗാന്ധി എടുത്ത് കളയിച്ചു. അത് കഴിഞ്ഞിട്ടത് നിരോധിച്ചു, ഈ ആന്തി എന്ന് പറഞ്ഞ സിനിമ. അത് അന്ന് മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ ആന്തിയുടെ കാര്യം. അടിയന്തരാവസ്ഥ പിന്നീടാണ് വരുന്നത്. ഈ ആന്തിക്ക് പിന്നാലെയാണ് അടിയന്തരാവസ്ഥ വരുന്നതിന് മുമ്പ് തന്നെ ഈ പണി ഇന്ദിര ചെയ്തിരുന്നു. അത് നെഹ്റുവിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ സ്റ്റാൻലി വാൾപർട്ടന്റ് നിരോധിച്ചു. അതനുസരിച്ചിട്ട് സിനിമ ഉണ്ടാക്കേണ്ട സ്ക്രിപ്റ്റ് നെഹ്റുവിന് സമർപ്പിച്ചിരുന്നു. സമ്മതിച്ചിട്ടാണ് ആ സിനിമ എടുത്തത്. ആ സിനിമയും നിരോധിച്ചു. ഇങ്ങനെ എത്ര പുസ്തകങ്ങൾ നെഹ്റു നിരോധിച്ചിരിക്കുന്നു. എന്നിട്ട് അടുത്ത 20-21 മാസം അടിയന്തരാവസ്ഥ വന്നിട്ട് ആ സമയത്താണ് കിഷോർ കുമാറിൻ്റെ സംഭവം ഉണ്ടാകുന്നത്. പിന്നെ ഷോലെ പിടിച്ചു വെക്കാൻ സെൻസർ ബോർഡ് ശ്രമിച്ചു. ഷോലയുടെ അകത്ത് ഒരുപാട് അക്രമ രംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പിടിച്ചു വെക്കാൻ ശ്രമിച്ചു ഷോലെ. GPCPയുടെ പടമാണല്ലോ, സിപിയുടെ എന്താ പ്രശ്നം? അല്ല, ഈ സിനിമയുടെ അകത്ത് ഇവരൊക്കെ ഉണ്ട്, അണിയറയിലും ആരെങ്കിലും. അതൊക്കെ പല ആളുകളും ഉണ്ടല്ലോ ഇഷ്ടപ്പെടാത്ത. അപ്പോൾ അതിൻ്റെ അകത്ത് പറയാനായിട്ട് അക്രമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വലിയ അക്രമമൊന്നുമില്ല. ഷോലയൊക്കെ എല്ലാവരും കണ്ടല്ലേ. ഇപ്പോഴും ഈ ആളുകൾക്ക് അത്ഭുതമാണ് ആ കാലത്ത് എങ്ങനെ ഷോലെ പോലെ ഒരു സിനിമ എടുത്തു എന്നുള്ളത്. അതെ. അപ്പോൾ ഈ കിഷോർ കുമാറിൻ്റെ സഹോദരനും പിന്നെ നടനുമായിട്ടുള്ള മനോജ് കുമാർ VC ശുക്ലയെ പോയി കണ്ടിരുന്നു ആ കാലത്ത്, ഈ നിരോധനം മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ശുക്ലയാണ് ഭരിച്ചുകൊണ്ടിരുന്ന അന്ന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, വിദ്യാചരൺ ശുക്ല. ഒരുപാട് പരാതികൾ അയാളെ പറ്റി അക്കാലത്തുണ്ടായിരുന്നു. ഒരു വിമാനത്തിൽ കയറിയിട്ട് ഇയാൾ കള്ളുടിച്ച് ഫിറ്റായിട്ട് എയർ ഹോസ്റ്റസിനെ കയറി പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ കാലത്ത്, ആ പീരീഡിൽ. അതൊക്കെ വലിയ കോൺട്രവേഴ്സിലായിരുന്നു. അത് കഴിഞ്ഞ് ഈ സിനിമാ നിർമ്മാതാക്കൾക്ക് റോ സ്റ്റോക്കില്ലേ ഫിലിമിൻ്റെ, അന്ന് ഫിലിം വേണമല്ലോ, ഡിജിറ്റലല്ലേ, അത് കൊടുക്കുന്നത് താമസിപ്പിക്കുകയും കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഈ ശത്രുതയുള്ളവരോട്. 1976 ജനുവരിയിലാണ് ഈ കിഷോർ കുമാറിൻ്റെ സംഭവം നടക്കുന്നത്. സഞ്ജയ് ഗാന്ധി ഗീതോം ബാരിഷ എന്ന് പറഞ്ഞിട്ട് അടിയന്തരാവസ്ഥയെ 20 പരിപാടിയില്ലേ, ഇന്ദിരാഗാന്ധിയുടെ 20 പരിപാടി, സഞ്ജയ് ഗാന്ധിയുടെ 5 പരിപാടി, ഇതിനെ പ്രകീർത്തിക്കുന്ന പാട്ടുകൾ പാടണം എന്ന് പറഞ്ഞ ആ പരിപാടിയിലേക്കാണ് വിളിച്ചത്. അപ്പോൾ കിഷോർ കുമാർ ദ അൾട്ടിമേറ്റ് ബയോഗ്രഫി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ആ പുസ്തകം എഴുതിയത് 2 പേരാണ്, അനിരുദ്ധ ഭട്ടാചാർജി, പാർത്ഥിവ് ധർ. അതിലിത് വിവരിച്ചിട്ടുണ്ട്. 1976 ജൂണിൽ ആ നിരോധനം മാറ്റുകയാണ് പലരും ഇടപെട്ടിട്ട്. ശുക്ലയും കിഷോർ കുമാറും ഒക്കെ ഒരേ സ്ഥലത്ത്. ശരിക്കും ഒരു മൊണാർക്കി ആയിരുന്നു അല്ലേ, രാജഭരണം. രാജാവിന് വേണ്ടി സ്തുതിഗീതങ്ങൾ പാടുക, രാജാവിന് ഇഷ്ടമില്ലാത്ത പാട്ട് പാടുന്നവരുടെ കഴുത്ത് വെട്ടുക, ജയിലിലടയ്ക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടെ ഇന്ത്യയിൽ ജനാധിപത്യ സർക്കാർ. ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയൊക്കെ സർക്കാർ ഉണ്ടായിരുന്നതെന്ന് ഇന്നത്തെ തലമുറയ്ക്ക് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അടിയന്തരാവസ്ഥ എന്നൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സൊക്കെ വളരെ ഫ്രഷാണ്. ഈ കാര്യങ്ങളുണ്ട്, പുതിയ തലമുറ ഇതൊക്കെ അറിയില്ല, എന്താണ് അടിയന്തരാവസ്ഥ എന്ന് അറിയില്ല. അപ്പോൾ കിഷോറിൻ്റെ നാടും ശുക്ലയുടെ നാടും ഖണ്ഡുവ എന്ന് പറഞ്ഞ ഒരേ സ്ഥലമൊക്കെ ആയിരുന്നു എന്ന് പിന്നീട് അയാൾ കണ്ടുപിടിക്കുകയോ എന്തൊക്കെയോ ഉണ്ടായി. ഈ സഹോദരൻ അശോക് കുമാറും ഒക്കെ ഇടപെട്ടിരുന്നു. 1976 ജൂണിൽ ആകാശവാണിയിൽ കിഷോർ കുമാറിൻ്റെ ഒരു പാട്ട് വെച്ചുകൊണ്ടാണ് വീണ്ടും അദ്ദേഹം ആകാശവാണിയിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വെക്കുന്നതെന്ന് നമ്മൾ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നത്. ദുഃഖി മൻമെരേ എന്ന് പറഞ്ഞ പാട്ട്,
വെച്ചുകൊണ്ടാണ് വീണ്ടും അദ്ദേഹത്തിന് പുനഃപ്രവേശം കൊടുക്കുന്നത്. ഈ ദുഃഖി മന്മരെ എന്ന് പറഞ്ഞ പാട്ട് സിനിമയിൽ പാടിയത് ദേവാനന്ദാണ്. നമ്മൾ പറയുന്ന അടുത്ത കഥാപാത്രം ഈ മോദി ഇന്നലെ പറഞ്ഞത്. ദേവാനന്ദിൻ്റെ 1956 ഫന്തൂഷ് എന്ന് പറഞ്ഞ സിനിമയിലാണ് ഈ പാട്ടുള്ളത്. ദേവാനന്ദ് ആണ് ലിപ്പ് കൊടുത്തിരിക്കുന്നത് അതിന്. ഡൽഹിയിൽ ദേവാനന്ദും ഈ അടിയന്തരാവസ്ഥക്കാലത്ത് ദേവാനന്ദും ദിലീപ് കുമാറും ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചടങ്ങിൽ വെച്ചിട്ടാണ് കണ്ടിട്ട് സഞ്ജയ് ഗാന്ധി ഒന്ന് ബൂസ്റ്റ് ചെയ്യണം നിങ്ങൾ രണ്ടുപേരും എന്ന് ഇവരോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ദേവാനന്ദ് പറഞ്ഞു, ഞാൻ അങ്ങനെ പ്രശംസിക്കാൻ തയ്യാറല്ല, ദൂരദർശനിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശംസിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്, ഞാൻ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദൂരദർശനിൽ ദേവാനന്ദിനെ നിരോധിച്ചു, മാധ്യമങ്ങളിൽ പേര് കൊടുക്കരുതെന്ന് പറഞ്ഞു. ദേവാനന്ദിൻ്റെ സഹോദരന്മാർ ചേതൻ ആനന്ദ്, വിജയ് ആനന്ദ്, ഇവരും സിനിമയിലുള്ളവരാണ്, ഹിന്ദി സിനിമയിലുള്ളവരാണ്. അവരും അടിയന്തരാവസ്ഥയെ എതിർത്തു. പിന്നെ ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ് എന്നിവർ ധീരയോദ്ധാക്കളാണ് എന്ന് പറയുന്ന സിനിമയും നിരോധിച്ചു. ഇവരൊക്കെ പങ്കെടുത്തിരുന്നത്. ഭഗത് സിംഗിനോടും ചന്ദ്രശേഖർ ആസാദിനോടും ദേഷ്യമുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. സഞ്ജയ് ഗാന്ധി മാത്രമാണ് ധീരൻ. അതാണ് ഇവർ ഒക്കെ ഇടപെട്ടതാണെന്ന് പറഞ്ഞിട്ട് ആ ഭഗത് സിംഗിൻ്റെയും ചന്ദ്രശേഖർ ആസാദിനെയും പറ്റി പറയുന്ന പടവും നിരോധിച്ചു. അത് കഴിഞ്ഞ് ദേവാനന്ദ് ജനതാ പാർട്ടിയുടെ കൂടെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു നാഷണൽ പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ഉണ്ടാക്കി. അതധികം കാലം നിന്നില്ല. മനോജ് കുമാർ നാഷണലിസ്റ്റ് സിനിമകളാണ് ഉണ്ടാക്കിയിരുന്നത്, സഹോദരൻ. 1967 ഉപകാർ എന്ന് പറഞ്ഞ സിനിമ ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞിട്ടാണ്, അത് വളരെ വിജയമായിരുന്നു, ഉണ്ടാക്കിയത്. ഇന്ദിരയുമായി എമർജൻസിയെ പറ്റിയൊരു സിനിമ ഉണ്ടാക്കാൻ ദേവാനന്ദിനോട് ഇന്ദിര ആവശ്യപ്പെട്ടിരുന്നു, എമർജൻസി ഉള്ള കാലത്ത്. അതിനെ പ്രകീർത്തിക്കുന്ന ഒരു പടം. സലിം ജാവേദ് തിരക്കഥ, വലിയ തിരക്കഥാകൃത്തുക്കളാണല്ലോ, നയാ ഭാരത് എന്നാണ് പേരിട്ടത് അതിന്. അത് കഴിഞ്ഞ് ഇന്ദിരയും സഞ്ജയും ഒക്കെ ആയിട്ട് സ്ക്രിപ്റ്റ് ചർച്ചയൊക്കെ ദേവാനന്ദ് നടത്തിയിരുന്നു. ഇന്ദിര സിനിമയിൽ കുറച്ച് നേരത്തേക്ക് അഭിനയിക്കാൻ വരാമെന്ന് ഇന്ദിര പറഞ്ഞിരുന്നു. അതിനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ശബ്ദം മാത്രം തരാം എന്ന് പറഞ്ഞു അവർ. അത് പറ്റില്ല എന്ന് ദേവാനന്ദ് പറഞ്ഞു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വരാമെന്ന് പറഞ്ഞതുകൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിയതാണ്, ഇനി സ്ക്രിപ്റ്റ് വല്ലാതെ മാറ്റേണ്ടി വരും, അത് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. ആ ദേഷ്യവും കൂടി ദേവാനന്ദനോട് ഉണ്ടായിരുന്നു. ആ സിനിമ പറ്റില്ല എന്ന് പറഞ്ഞ ദേഷ്യം കൂടി ഉണ്ടായിരുന്നു. 1976 ഈ ചില സിനിമകൾ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് ദേവാനന്ദൻ്റെ ദൂരദർശനിൽ കാണിക്കാനും തുടങ്ങി, സിനിമയെ പൊളിക്കാൻ വേണ്ടി. അത് ശരി. അത് അവർ തീരുമാനിച്ചാൽ നടക്കുമല്ലോ ആ കാലത്തൊക്കെ. അങ്ങനെ അതിനെതിരെ കോടതി കൊണ്ടുപോയി ദേവാനന്ദ് കേസ് കൊടുത്തു. ഇങ്ങനെ ദൂരദർശനിൽ ആദ്യം കാണിക്കുകയാണ്. അതെങ്ങനെ കാണിക്കും? അതൊക്കെ അവരുടെ സെൻസർ ബോർഡിന് വരുമ്പോഴേ ഈ സാധനം എടുത്തിട്ട് ദൂരദർശനം കൊടുക്കും, അങ്ങനെ ആയിരിക്കും. അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അവര്. ദൂരദർശൻ മേടിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടാവുമല്ലോ ഈ സിനിമയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അല്ല, സിനിമ അങ്ങനെയല്ല, അത് അങ്ങനെയല്ല സാർ. അത് സിനിമ ഓടിക്കഴിഞ്ഞിട്ടാണ് സിനിമ വിൽക്കുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സെൻസറിങ്ങിന് കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ പ്രിന്റ് എടുത്ത് ദൂരദർശൻ കൊണ്ടുപോയിരിക്കും. അപ്പൊ ഞാനൊരു ഉദാഹരണം തന്നെ പറയാം. സുനിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഞാനും ഇതൊക്കെ കരുതുന്നത്. പക്ഷെ നടന്ന സംഭവം, കേസും ആയ സംഭവം. 1976 ദേവാനന്ദന്റെ സിനിമ 10 നമ്പറി, 10 നമ്പർ 10 അത് എടുത്തിട്ട് തിയേറ്ററിൽ വരുന്നതിന് മുമ്പേ ദൂരദർശനിൽ കാണിച്ച സംഭവമുണ്ട്. അപ്പൊ ദേവാനന്ദ് കൊണ്ടുപോയി കേസ് കൊടുത്തു. കേസ് ദേവാനന്ദ് ജയിച്ചു. ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് സർക്കാരിന് ഉത്തരവും ഉണ്ടായി. അങ്ങനെയും ദേവാനന്ദനോട് ദേഷ്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ ആ കാലത്ത് ഇങ്ങനെയൊക്കെയായിരുന്നു. അടിയന്തരാവസ്ഥയിൽ ഇങ്ങനെയായിരുന്നു ആ കാലത്ത്. ഒരു മനുഷ്യനെ നമ്മൾ 5 സെക്കൻഡ് മുമ്പ് കണ്ടയാളെ പിന്നെ കാണില്ലായിരുന്നു. നാട്ടിൽ അങ്ങനെയൊക്കെയായിരുന്നു. എത്ര കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. ഹൃദയനാഥ്, ലത, ഉഷ, മറ്റേ സഹോദരന്മാർ. അപ്പോൾ സവർക്കർ എഴുതിയ കവിതകൾക്ക് സംഗീതം കൊടുത്തു ഹൃദയനാഥ്. കടലിനോട് സവർക്കർ, ആ കടൽ സംഭവം ഉണ്ടല്ലോ, മാർസൈൽസ് വെച്ച് കടലിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്, അത് ഓർമ്മ വെച്ചിട്ട് സവർക്കർ കവിത എഴുതിയിരുന്നു. കടലിനോട് സവർക്കർ യാചിക്കുകയാണ്, എന്നെ എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകൂ, കടലിനോട് യാചിക്കുക, കൊണ്ടുപോകൂ എന്ന് പറയുന്നൊരു കവിതയാണ്. കപ്പലിൻ്റെ മാൻഹോൾ വഴി ചാടി
അതല്ലേ കപ്പലിന്റെ ടോയ്ലറ്റിലേക്ക് പോയി. ടോയ്ലറ്റിലേക്ക് പോകുമ്പോഴും കാണാനായിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് ടോയ്ലറ്റിന്റെ ഉള്ളിൽ ഇയാൾ ഇരിക്കുന്നതും പോലീസുകാർക്ക് കാണണമായിരുന്നു. അങ്ങനത്തെ സംവിധാനം ചെയ്തിരുന്നു. അതിന്റെ പോർട്ടോളിൽ കൂടിയിട്ടാണ് പുറത്തേക്ക് ചാടിപ്പോയത്, വെള്ളത്തിലേക്ക് ചാടിപ്പോയത്. അത് കഴിഞ്ഞിട്ട് സഹായം ചോദിച്ചിട്ട് തെരുവിൽ കൂടി ആ ചെറിയ വേഷമായിട്ട് സഞ്ചരിക്കുകയാണ് ചെയ്തത്. തെരുവിലെത്തിയിട്ട് പോയി സഹായം ചോദിച്ചത് ഒരു പോലീസുകാരനോടായിപ്പോയി. ഇയാൾ ആ കപ്പലുകാർക്ക് തന്നെ പിടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സഹായം ചോദിച്ചു വന്ന ആളെ കോടതിയിൽ എന്നെ കൊണ്ടുപോകുമെന്നാണ് പോലീസുകാരനോട് സവർക്കർ എന്ന് പറഞ്ഞത്. ഇത് അങ്ങോട്ട് തന്നെ കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ സവർക്കർ എഴുതിയ ആ കവിത ആണ്. ആ കാലത്ത് 17 വയസ്സാണ് ഹൃദയനാഥ് മങ്കേഷ്കർക്ക്. 500 രൂപ ശമ്പളം. അന്നത്തെ 500 രൂപ വലിയ ശമ്പളമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 17 വയസ്സുമാണ്. ഈ മറാത്തിയിൽ നേ മജ്സി നേ പരാത്ത് മാതൃഭൂമിയിലെ സാഗരപ്രാൺ തൽ മലാല എന്ന് പറഞ്ഞ കവിതയായിരുന്നു എന്ന് ഹൃദയനാഥ് മങ്കേഷ്കർ പറയുന്നുണ്ട്. ഇതാണ് സംഗീതം കൊടുത്തത്, ആകാശവാണിയിൽ അവതരിപ്പിച്ചത്. അതിൻ്റെ പേരിലാണ് ഹൃദയനാഥ് മങ്കേഷ്കറെ നെഹ്റു പുറത്താക്കിയത് ആകാശവാണിയിൽ നിന്ന്. അത്രയും ശത്രുത സവർക്കറിനോട് ഉണ്ടായിരുന്നു. സവർക്കറെ അതുകൊണ്ടാണല്ലോ പിന്നീട് ഗാന്ധിവധത്തിൽ കുടുക്കിയത്. ഗാന്ധി ആ പ്രോസിക്യൂട്ടറെ വിളിച്ചിട്ട് കുടുക്കാൻ വേണ്ടതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞതായിട്ടും പ്രോസിക്യൂട്ടർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ജനാധിപത്യം, ഭരണഘടന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരിയിടുന്ന ഈ കൂട്ടരുടെ, ഈ കുടുംബത്തിൻ്റെ കൊടും ചതികൾ ചരിത്രത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഏടുകൾ തേടി പോകുന്നത്. അങ്ങനെ നമ്മൾ വായിച്ചറിഞ്ഞ കാര്യങ്ങൾ പ്രധാനമന്ത്രി ഇപ്പോൾ ചെയ്യുന്നത് വലിയൊരു ചരിത്ര ദൗത്യമാണ്. അദ്ദേഹം ഓരോ സൂചന തരുന്നു, നമ്മളെപ്പോലുള്ള ആളുകൾ അതിൻ്റെ വിശദാംശങ്ങൾ തേടിപ്പിടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ജനങ്ങൾ കേട്ടതല്ല, അറിഞ്ഞതല്ല, അനുഭവിച്ചതല്ല, പഠിച്ചതുമല്ല ചരിത്രം. കാരണം സത്യത്തിൽ ഈ അടിയന്തരാവസ്ഥയെ പറ്റി മൾട്ടി വോളിയംസ് ഇല്ലേ, 10-40 വോളിയമൊക്കെ വരുന്നത് ഉണ്ടാക്കി വെക്കേണ്ടതാണ്. അതെ അതെ അതെ. ഈ മോദി സർക്കാർ അതൊരു പ്രോജക്റ്റ് ആക്കി എടുത്തിട്ട് കുറേ എഡിറ്റർമാരെയൊക്കെ വെച്ചിട്ടേ അത് അധികം ചിലവാവില്ലൊന്നുമില്ലായിരിക്കും. അല്ല, അതൊരു റിസർച്ച് വർക്കായിട്ട് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.